സംസ്ഥാന സ്കൂൾ ശാസ്ത്രോത്സവത്തിന് പാലക്കാട് അരങ്ങുണർന്നു. ശാസ്ത്രമേള മന്ത്രി വി ശിവൻകുട്ടി ഉദ്ഘാടനം ചെയ്തു. ശാസ്ത്രമേള പുതിയ കണ്ടുപിടുത്തങ്ങൾക്കുള്ള വേദിയാണെന്ന് മന്ത്രി വി ശിവൻകുട്ടി പറഞ്ഞു. ഈ മാസം 10-ന് മേള സമാപിക്കും. 8500-ലധികം പ്രതിഭകൾ പങ്കെടുക്കുന്ന ശാസ്ത്രമേളയ്ക്ക് പാലക്കാട് ആവേശോജ്വല തുടക്കം. 6 വിദ്യാലയങ്ങളിലായാണ് മത്സരങ്ങൾ നടക്കുന്നത്. അടുത്ത വർഷം മുതൽ ശാസ്ത്രമേളയ്ക്ക് സ്വർണ്ണക്കപ്പ് ഏർപ്പെടുത്തുമെന്ന് ഉദ്ഘാടനം ചെയ്തുകൊണ്ട് മന്ത്രി വി ശിവൻകുട്ടി പറഞ്ഞു. സംസ്ഥാനാടിസ്ഥാനത്തിൽ നടക്കുന്ന കായികമേളയ്ക്കും സ്കൂൾ യുവജനോത്സവത്തിനും ഏറ്റവും കൂടുതൽ പോയിന്റ് വാങ്ങുന്ന ജില്ലയ്ക്ക് സ്വർണ്ണക്കപ്പ് കൊടുക്കുന്നുണ്ട്. അതേപോലെ വൻ പ്രാധാന്യമുള്ളതാണ് ശാസ്ത്രമേളയും. അടുത്ത വർഷം മുതൽ ശാസ്ത്രമേളയ്ക്ക് ഏറ്റവും കൂടുതൽ പോയിന്റ് വാങ്ങുന്ന ജില്ലയ്ക്ക് സ്വർണ്ണക്കപ്പ് കൊടുക്കുന്നതാണെന്നുള്ള കാര്യം ഞാനിവിടെ പ്രഖ്യാപിക്കാൻ വേണ്ടി ഞാൻ ആഗ്രഹിക്കുകയാണ്. മതനിരപേക്ഷ സ്വാഗതഗാനം എല്ലാ സ്കൂളിലും നടപ്പാക്കാൻ ആലോചിക്കുന്നുവെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു. മതനിരപേക്ഷ ശാസ്ത്രചിന്തയുള്ള ഒരു ഭരണഘടനാ മൂല്യങ്ങൾ ഉയർത്തിപ്പിടിക്കുന്ന ഒരു ഗാനം അല്ലേ നമുക്ക് ആവശ്യം. എല്ലാ സ്കൂളുകളിലും ഒരേ രൂപത്തിലുള്ള ഒരു ഗാനമല്ലേ നമുക്ക് ആവശ്യമെന്നതിനെ സംബന്ധിച്ചിടത്തോളം ഒരു ചർച്ച സമൂഹത്തിൽ നടക്കട്ടെ എന്ന കാര്യം ഞാൻ ഇവിടെ സൂചിപ്പിക്കാൻ വേണ്ടി ഞാൻ ആഗ്രഹിക്കുന്നു. അത് കേരളത്തിൽ എല്ലാ സ്കൂളുകളിലും ഒരേ ഗാനം തന്നെ ആയിക്കോട്ടെ. അത് ഭരണഘടനാ മൂല്യങ്ങളും മതേതരത്വമൊക്കെ തന്നെ ഉയർത്തിപ്പിടിച്ച് നമ്മുടെ നാടിൻ്റെ നന്മയ്ക്ക് വേണ്ടി കുട്ടികൾ പാടുന്ന പാട്ടായി മാറണം. ശാസ്ത്രവിരുദ്ധ ആശയങ്ങൾ രാജ്യത്ത് ചിലർ പ്രചരിപ്പിക്കുന്നുവെന്ന് അധ്യക്ഷ പ്രസംഗത്തിൽ മന്ത്രി എം വി രാജേഷ് പറഞ്ഞു. ഇന്ത്യയെ തന്നെ പരിഹാസ്യമാക്കുന്ന അത്തരം പല ശാസ്ത്രവിരുദ്ധ ആശയങ്ങളും പരസ്യമായി പ്രകടിപ്പിച്ച അനുഭവങ്ങൾ ഒരുപാടുണ്ട്. ഞാനതൊന്നും ഇപ്പോൾ ഓർമ്മിപ്പിക്കേണ്ട കാര്യമില്ല. നിങ്ങളുടെ പലരുടെയും മനസ്സിൽ അങ്ങനെ പലതും ഇപ്പോൾ ഓർമ്മ വരുന്നുണ്ടാവും. ശാസ്ത്രത്തെയും മിത്തിനെയും കൂട്ടിക്കുഴച്ചുകൊണ്ട് എല്ലാ അറിവും പണ്ടേ ഉണ്ടായിരുന്നു എന്ന് സ്ഥാപിക്കുക എന്നതാണ് ഈ ശാസ്ത്രവിരുദ്ധ പ്രചരണത്തിൻ്റെ ഒരു രീതി. ശാസ്ത്രവിരുദ്ധതയുടെ വളർച്ചയും വർഗീയതയുടെ വളർച്ചയും തമ്മിലൊരു പാരസ്പര്യം കാണാം. വർഗീയത വളരുന്നതിനൊപ്പം ശാസ്ത്രവിരുദ്ധതയും വിജ്ഞാനവിരുദ്ധതയും വളർന്നു വരുന്നു. വിജ്ഞാനവിരുദ്ധതയും ശാസ്ത്രവിരുദ്ധതയും വർഗീയതയ്ക്ക് വളക്കൂറായിട്ട് മാറുകയും ചെയ്യുന്നു. ഇങ്ങനെ ഒരു പാരസ്പര്യം നമുക്ക് കാണാൻ പറ്റും. എല്ലാ ദിവസവും രാവിലെ 9:30-ന് മത്സരങ്ങൾ ആരംഭിക്കും. കൈരളി ന്യൂസ്, പാലക്കാട്.